എന്ന് തന്നെയാണ് കണക്ക്. ആക്സിസ് മൈൻഡിയുടെ ശതമാനക്കണക്ക് 5%, 39% LDF-നും 44% UDF-നും പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അവർ വലിയ റേഞ്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശതമാനം വെച്ച് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 90-ലേക്ക് UDF വരുന്നു എന്നാണ് ആ ശതമാന കണക്കിന്റെ അർത്ഥം, അല്ലേ? അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ പ്രതിഫലിച്ചു എന്നുള്ളത് പറയാനും സാധിക്കൂ. ഇപ്പോൾ ലാസ്റ്റ് ഫിഗറിലേക്ക് വരുമ്പോൾ LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം ഒരു 10-15 ഒക്കെ സീറ്റ് ആണെങ്കിൽ ഒരു നിലയിലും അതൊരു ഭരണവിരുദ്ധ വികാരമെന്ന് പറയാനേ സാധിക്കില്ല. 10 വർഷമായില്ലേ ഒരു മാറ്റം എന്ന് നമ്മൾ പൊതുവിൽ കേട്ട കാര്യം അതവിടെ പ്രതിഫലിച്ചു. അതൊരു സ്വാഭാവികമായ മാറ്റം എന്നത് മാത്രമായി അത് കാണേണ്ടി വരുമെന്ന് തോന്നുന്നു. പക്ഷേ ഈ കണക്കിലൊക്കെ വലിയ വ്യത്യാസമുണ്ടല്ലേ? 49 to 62. എനിക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ പോയാലും LDF ജയിക്കാവുന്ന സീറ്റുകൾ കേരളത്തിൽ കണക്കുകൾ എടുക്കുമ്പോൾ അവിടെ നിന്നുമാണ് നമ്മൾ 49 എന്ന കണക്കൊക്കെ കാണുന്നത്. അപ്പോൾ അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് കാണേണ്ടത് തന്നെയാണ്. ഒരു ഈ പറയുന്നത് ശരിയാണെന്ന് അറിയില്ല, പക്ഷേ കമ്മ്യൂണിറ്റി കണക്ക് വരുന്നുണ്ട്. അതായത് UDF-ന് മുസ്ലിം വോട്ടുകൾ 63% വോട്ടുകൾ പ്ലസ് 17%, 21-17%. അതായത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും 60% വോട്ട്, അതായത് പ്ലസ് 17%. അതേസമയം LDF-ലേക്ക് വന്നാൽ 31% മുസ്ലിം വോട്ട് -17% ഡിപ്പാണ് ഉണ്ടാവുന്നത്. വോട്ടുകൾ 34% വർധനവാണ് UDF-ന്. എക്സാക്ട്ലി എന്ന് പറഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ 63% വർധന, 17% പ്ലസ് UDF-ന് ഉണ്ടാകുന്നു, 17% മൈനസ് LDF-ന് ഉണ്ടാകുന്നു. അതേസമയം ക്രൈസ്തവ വോട്ടുകളിൽ +17 UDF-ന് ഉണ്ടാകുമ്പോൾ -9 മാത്രമേ LDF-ന് ഉണ്ടാകുന്നുള്ളൂ. അവിടെ NDA-ക്ക് -2 ആണ്. ബാക്കി പിന്നെ ക്രൈസ്തവോട്ടുകൾ അങ്ങോട്ട് പോയി എന്നറിയില്ല. പക്ഷെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മുസ്ലിം വോട്ടുകളിൽ കൃത്യമായ ഷിഫ്റ്റ് ഉണ്ടായി എന്ന് പറയുന്ന ശരിയാണെന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് സമീപകാലത്ത് CPIM കൈക്കൊണ്ടിട്ടുള്ള ഈ നയം തന്നെയാണ്. അതായത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നയം, മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് CPIM സ്വീകരിച്ചിട്ടുള്ള CPIM നേതാക്കൾ നടത്തിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയ കൂടിയും അത് ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്ന് വ്യാഖ്യാനിച്ചിരുന്നു. അതായത് ഈ സാധാരണക്കാരെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്നത് മനസ്സിലാകാത്ത ഒരുപാട് നാട്ടിൻപുറങ്ങളിലേക്കുള്ള ആളുകളുണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ അത് മുസ്ലിംസിനെ പ്രൊജക്ട് ചെയ്യുന്ന ഒരു പൊതു പ്രതീതി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും മുസ്ലിം വോട്ടുകൾ അപ്പാടെ UDF-ലേക്ക് പോയി എന്ന കണക്കുകൂട്ടലായിരുന്നു CPIM നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഹിന്ദു ഭൂരിപക്ഷത്തിനെ ഒപ്പം നിർത്താം എന്നതാകണം ഒരുപക്ഷെ ഈ വെള്ളാപ്പള്ളി സ്വീകരിച്ചിട്ടുള്ള LDF-ന് 8% ഹിന്ദു വോട്ടിൽ ഡിപ്പാണ്. അതെ ഞാൻ പറയട്ടെ. അതായത് മധ്യ കേരളത്തിൽ ഇടതുമുന്നണിക്ക് ഇത്രയധികം സീറ്റുകൾ നഷ്ടപ്പെടാൻ കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള എന്നതൊരു പ്രധാന വിഷയമായി അവിടുത്തെ വോട്ടർമാർ എടുത്തിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്.